ഗുഡ് മോർണിംഗ് ശ്രീ പി വി അൻവർ, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ്. അങ്ങനെ കേട്ടു. അങ്ങനെ പോർക്കളം ഉണർന്നു. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തും. ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അടക്കം കൊടുത്തിരിക്കുന്ന വാർത്ത UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് അങ്ങയുടെ 2016-ലെയും 2021-ലെയും പ്രതിയോഗിയാണ് ഇത്തവണ മത്സരത്തിനിറങ്ങാൻ പോകുന്നത്. അങ്ങ് അവർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസം UDF-നും. എന്താണ് നിലവിലെ സാഹചര്യം? അങ്ങ് ഇന്നലെ എറണാകുളത്ത് നിന്ന് നിലമ്പൂർ എത്തുമ്പോൾ നല്ല മഴയാണ്, ശക്തമായ മഴ. ഈ പറയുന്ന 19-ാം തീയതി വരെയുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് പോലെ ഓൺലൈനും അതുപോലെ തന്നെ മാധ്യമങ്ങൾ വഴിയൊക്കെ ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ആർക്കും വെയിൽ കൊള്ളേണ്ടി വരില്ല. ആ ഒരു ലാഭം ഒരുപാട് കാലത്തിന് ശേഷം കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് കിട്ടണം. എല്ലാ തെരഞ്ഞെടുപ്പും നല്ല ചൂടിലാണ് ഉണ്ടാവുന്നത്. ഇത് ഒരു പെരുമഴയിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താം എന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്. ആ പെരുമഴയിൽ ചൂട് കുറയില്ലല്ലോ അല്ലേ പി വി അൻവർ? ഇല്ല, ചൂട് കുറയാൻ സാധ്യത വളരെ കുറവാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. BJP സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഞാൻ 2 മാസം മുമ്പ് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ പ്രസ് മീറ്റിൽ ഞാൻ കൃത്യമായി അന്ന് പറഞ്ഞതാണ്. BJP CPM ധാരണയെക്കുറിച്ച് അനവധി തവണ പറഞ്ഞതാണ്. RSS പോലീസ് ബാന്ധവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അത് പച്ചയായി RSSഉം BJPയുമായി കൈകോർക്കുന്ന കാഴ്ച കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ നിലമ്പൂരിൽ കാണാൻ പോവുകയല്ലേ. വസ്തുതകള് കോർ കമ്മിറ്റി BJP കോർ കമ്മിറ്റി എടുത്ത ഇന്നലത്തെ തീരുമാനം നിലവിൽ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നുള്ളത് നേരത്തെ BJPയും CPMഉം ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് അങ്ങയുടെ ആരോപണം. ആരോപണമല്ല, അത് വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ടല്ലേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വരുന്നത്. ആരോഗ്യപരമായ പ്രശ്നമുണ്ടായി ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോലും യാത്ര ചെയ്യാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്നിട്ട് നിലമ്പൂരിൽ ഇറങ്ങുകയാണ്. പെട്ടെന്ന് വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. ജില്ല വലിയ വർഗീയവാദികളുടെ നാടാന്ന് പറയാണ്. ശ്വാസം മുട്ടി ജീവിക്കുന്ന പാവപ്പെട്ട അമുസ്ലിങ്ങളാണ് ഈ നാട്ടിലുള്ളതെന്ന് പറയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ ഒരാൾക്ക് എടുത്താൽ പൊങ്ങാൻ കഴിയാത്ത പുഷ്പത്തിൻ്റെ മാല ചാർത്തിക്കൊണ്ട് അതിനെ അടിവരയിടുന്നു പിണറായി വിജയൻ. ഇല്ലേ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതല്ലേ നാട്ടിലെ സ്ഥിതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയാധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്ന കാലം മറഞ്ഞുപോയി. ജാതി സമവാക്യങ്ങൾ, മതസമവാക്യങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കുന്നു, എങ്ങനെ ജയിക്കാമെന്ന് ആലോചിക്കുന്നു. നിലമ്പൂരിൽ പോലും UDF നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തീരുമാനിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്നു. എന്താ സ്ഥിതി ഡോക്ടറൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഡോക്ടറൊന്നും ഇപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇല്ലില്ല ശ്രീ പി വി അൻവർ, വളരെ കൃത്യമായി നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് മനസ്സിലാക്കിയാൽ താങ്കൾ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് CPMന് ഇടതുപക്ഷത്തിന് ഗുണകരമാകും. BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവൂ. കാരണം അവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ പരമാവധി നിയമസഭാ ചരിത്രത്തിൽ BJP നേടിയത് 12,000 വോട്ടാണ്. ലോക്സഭയിലേക്ക് എത്തിയാൽ അത് 17,000 വോട്ടാണ് BJP നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് നേടിയത്, K. സുരേന്ദ്രൻ. അപ്പോൾ ഒരു 10,000 വോട്ട് ഒണ്ണാൻ ആവറേജ് അവിടെയുണ്ട് BJPക്ക്. ആ വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പി വി അൻവർ കരുതുന്നത്? തീർച്ചയായിട്ടും അല്ല, കറകളഞ്ഞ 10,000 വോട്ട് BJPക്ക് നിലമ്പൂരിലുണ്ട് അക്കോർഡിംഗ് ടു മീ. അത് ഡോക്ടർ പറഞ്ഞതിനെ ഞാൻ അക്നോളജ് ചെയ്യുകയാണ്. ഒരു തർക്കമില്ല. ആ 10,000 വോട്ടും CPMന് പോകും. എന്താ തർക്കം? ഞാൻ പറഞ്ഞ മുൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ പരിശോധിക്കണം. അതായത് 10 സീറ്റ് BJP കേരളത്തിൽ താമര വിരിയും 26-ലെ തെരഞ്ഞെടുപ്പിൽ. 25 സീറ്റിൽ BJP ഡയറക്റ്റായിട്ട് CPMനെ സഹായിക്കും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ. അതോടുകൂടി കോൺഗ്രസും UDFും തകരും എന്നാണ് BJPയുടെ കണക്കൂട്ടൽ. 2031-ലെ തെരഞ്ഞെടുപ്പിൽ CPMനെയും അടിച്ചിട്ടിട്ട് BJP അധികാരത്തിൻ്റെ വക്കിലെത്തുന്ന സീറ്റുകൾ സ്വരൂപിക്കും. അതാണ് അവരുടെ പൊളിറ്റിക്കൽ പ്ലാന്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ ഇറക്കിയത്. രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് പലരും BJPയുടെ തകർച്ചക്കായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ അങ്ങനെയല്ല വിലയിരുത്തുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബിസിനസ് കണ്ണുള്ള, നേക്കുള്ള, എന്നാൽ ഒരാളോടും വെറുപ്പില്ലാത്ത, എന്നാൽ BJPയിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അക്കമഡേഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും ബാലൻസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ
പാർട്ടിയുടെ പൊളിറ്റിക്കൽ പ്രസിഡൻഷിപ്പ് പോലും പിണറായി വിജയനുമായിട്ടുള്ള കൂടിയാലോചനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ശരി. കാരണം പഴയ തലമുറയും പിണറായി വിജയനുമായി യോജിച്ചെടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പാർട്ടി ലീഡറായി വന്നത് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിന്റെ ബാക്കി പത്രമാണ് നിലമ്പൂരിൽ കാണുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്.